മലയാള സിനിമയും കടന്ന് ഇപ്പോൾ തമിഴിലും തെലുങ്കിലും മിന്നൽ കൊടി പാറിക്കുകയാണ് ഇപ്പോൾ അനശ്വര രാജൻ. തെലുങ്കിൽ ചാമ്പ്യൻ എന്ന ചിത്രത്തിന്റെ റിലീസിന്റെ ഭാഗമായുള്ള പ്രൊമോഷൻ തിരക്കിലാണ് നടി. ചിത്രം കഴിഞ്ഞ ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തി. പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് എങ്ങനെ ഒരു കഥാപാത്രം വിട്ട് മറ്റൊരു കഥാപാത്രത്തിലേക്ക് എളുപ്പം കയറാൻ സാധിക്കുന്നുവെന്ന് അനശ്വര വ്യക്തമാക്കിയത്. നേരെ രേഖാചിത്രം പോലുള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ ഡെപ്ത് ഉള്ളതായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ തല്ലപ്പൊടി ചന്ദ്രകല എന്ന കഥാപാത്രവും. എങ്ങനെ ഇത്ര എളുപ്പം മാറാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ മഞ്ജു ചേച്ചിയിൽ നിന്ന് പഠിച്ചതാണ് എന്നാണ് അനശ്വര രാജൻ പറയുന്നത്. അനശ്വരയുടെ ആദ്യ ചിത്രം മഞ്ജു വാര്യർക്കൊപ്പമായിരുന്നു. ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളായിട്ടാണ് അനശ്വര ആദ്യമായി സ്ക്രീനിലെത്തുന്നത്. വാശിക്കാരിയായ മഞ്ജുവിന്റെ മകളായി അനശ്വര തകർത്തഭിനയിക്കുകയായിരുന്നു. അന്ന് മഞ്ജു ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വേഷം മൂരിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളല്ലാതായി എന്ന്. ഷൂട്ടിംഗ് തീരുന്ന അവസാനത്തെ ദിവസം ആ വസ്ത്രമെല്ലാം ധരിച്ച് ആ കഥാപാത്രത്തിന്റെ ലുക്കിലെത്തിക്കഴിഞ്ഞാൽ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കണം, ഇനി ഈ വേഷം ജീവിതത്തിൽ ഒരിക്കലും ഇടാൻ പോകുന്നില്ല. ഇന്നത്തോടെ ഈ വേഷം കഴിഞ്ഞു. ഇനി ലൊക്കേഷനോ ഈ ടീമോ ഈ സെറ്റോ ഇനി നമുക്കില്ല. ആ തിരിച്ചറിവിന് ശേഷം ആ വേഷം ഊരിവെച്ച് ക്യാരവാനിൽ നിന്ന് ഇറങ്ങുന്നതോടെ നമ്മൾ നമ്മളുടേതായ സന്തോഷത്തിലേക്കും ജീവിതത്തിലേക്കും പോകുന്നു. കണക്ഷൻ അവിടെ തീർന്നു എന്നാണത്രേ മഞ്ജുവിന്റെ വിശ്വാസം. അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയെന്നാണ് അനശ്വര പറയുന്നത്. അഭിനേതാവാകുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് നേരത്തെ ഒരു ബ്ലോഗിൽ മഞ്ജു വാര്യർ എഴുതിയിട്ടുണ്ട്. മറ്റെല്ലാ ജോലിയും പോലെയല്ല അഭിനയം. രാവിലെ നമ്മളായി ജോലിക്ക് കയറുകയും മറ്റൊരാളായി ജീവിക്കുകയും ചെയ്തതിനു ശേഷം വൈകിട്ട് ആവേശം അഴിച്ചുവെച്ച് നമ്മളായി ഇറങ്ങി വരുന്നതാണ് അഭിനയം. പല കഥാപാത്രങ്ങളുടെ ഇമോഷൻസിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ വളരെ സങ്കീർണമാണെന്ന് മഞ്ജു പറഞ്ഞിരുന്നു.